ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതെല്ലാവർക്കും ഇഷ്ടാവും. എന്നും നമ്മൾ ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം അങ്ങനെ പലതരം ഉണ്ടാക്കാറുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ നിന്നിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിട്ട ബട്ടൂര ചോലയാണ് കേട്ടോ. അപ്പോൾ ബട്ടൂരയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ രാവിലെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ബട്ടൂര എന്ന് പറഞ്ഞാൽ ഇതാണ് ബട്ടൂര. ചോല ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചോല എന്ന് പറഞ്ഞാൽ കടലയാണ്. കടല കൊണ്ടുണ്ടാക്കുന്ന കറിയാണ്. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കറിയാണ് ചോല എന്ന് പറയുന്നത്. അവരൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, കടലക്കറിയാണ് ചോല. അപ്പോൾ ഈ ബട്ടൂരയുടെ കൂടെ കഴിക്കാവുന്ന കറിയാണ് ഈ ചോല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ബട്ടൂര ചോല ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം. അതിന് ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തു. അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ എടുത്തു കേട്ടോ. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു അര കപ്പും കൂടിയും ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു അര ടീസ്പൂണല്ലേ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പുളിച്ച് പൊന്താൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് അധികം പുളിയില്ലാത്ത അര കപ്പ് തൈര്, വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ്. തൈരും കൂടി ഒഴിച്ചു കൊടുത്തു, അര കപ്പ്. അതിനുശേഷം 1 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിട്ടിരുന്ന സാധനങ്ങളെല്ലാം ഒരുപോലെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുമാതിരി ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ തളിച്ച് കൊടുത്ത് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. രണ്ടാമത് വീണ്ടും കുറേശ്ശെ വെള്ളം കൂടി ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അടിയിലുള്ള പൊടികളൊക്കെ നല്ലപോലെ നമുക്ക് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി നമുക്ക് കുഴച്ച് എടുക്കാം കേട്ടോ. അത്ര ഒരുപാട് സോഫ്റ്റൊന്നും ആക്കണ്ട, എല്ലാം നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി, എന്നാൽ നല്ലപോലെ യോജിച്ച് കിട്ടിയാൽ മതി. ഇത് നല്ലപോലെ കുഴച്ച് നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ഓയിൽ കയ്യിൽ പരട്ടിയിട്ട് കൈ കൊണ്ട് നമുക്ക് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് ഓയിൽ ഇതും പരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ നമുക്കത് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചോല ഉണ്ടാക്കുകയാണ് കേട്ടോ. ചോല ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് മുഴുവനൊന്നും കാണിക്കുന്നില്ല. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിൽ ചൂടായപ്പോൾ അതിലേക്ക് ജീരകം പൊട്ടിച്ചു, വെളുത്തുള്ളി, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു സവോളയും കൂടി ചേർത്ത് വഴറ്റി നല്ലപോലെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയപ്പോൾ അതിലേക്ക് 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തക്കാളി അരച്ച് വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 2 തക്കാളി പഴം കൂടി അരച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു. എല്ലാം പച്ചമണം മാറാനായിട്ട് നല്ലപോലെ ഒരു പേസ്റ്റാക്കി എടുത്തു കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എല്ലാം യോജിച്ച് കിട്ടി കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ 1 കപ്പ് കടല, നമ്മുടെ കറുത്ത കടലയുണ്ട്, വലിയ കടല, ആ കടല ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാണ്. കടലയ്ക്ക് വേണ്ട ഉപ്പിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച് വെച്ച കടലയും കൂടിയും ഒഴിച്ചു കൊടുത്ത് ഈ മസാലയിൽ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിച്ചെടുക്കാം കേട്ടോ. സാധാരണ നോർത്ത് ഇന്ത്യൻകാർ ഈ ബട്ടൂരയുടെ കൂടെ വെളുത്ത കടലയാണ് ഉപയോഗിക്കാറ്. ഇന്ന് എനിക്ക് വെളുത്ത കടല ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ചുവന്ന കടലയാണ് എടുത്തത്. സ്വാദ് ഈ ചുവന്ന കടലയ്ക്ക് തന്നെയാണ്, ഗുണവും സ്വാദും എല്ലാം ഈ കടലയ്ക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവും വെളുത്ത കടല ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഈ കടലയാണ് ഉണ്ടാക്കിയത്. നല്ലപോലെ തിളച്ച് എല്ലാം പാകമായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കസ്തൂരി മെത്തി ചൂടാക്കി പൊടിച്ചതിട്ട് കൊടുത്തു കേട്ടോ.
അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. വീണ്ടും അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. രുചികരമായ ഒരു ചോലെ മസാലക്കറി റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം ആയില്ല നമ്മൾ കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ മാവൊക്കെ ഒന്ന് പൊന്തി വന്നു കേട്ടോ. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നും കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഈ മാവ്. ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തി കുഴക്കണ മാതിരി അങ്ങനെ അങ്ങോട്ട് സോഫ്റ്റ് ആക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് റഫായിട്ട് നല്ല ഒന്ന് കുഴച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് അത് ഓരോരോ ഉരുളകളാക്കാം കേട്ടോ. ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് സാധാരണ പരത്തിയെടുക്കാം. അതിന് വേണ്ടി ചക്ല ബൈല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പരറ്റി കൊടുത്തിട്ട് അതിൽ പൊടിയൊന്നും തോളുന്നില്ല. ഓയിൽ ഇത് മാത്രമാണ് പരറ്റി കൊടുക്കുന്നുള്ളൂ. നല്ലപോലെ ഓയിൽ കൈകൊണ്ട് നല്ലപോലെ പരറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളെടുത്ത് നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഉരുളനടിയോട് ഒന്ന് പരത്തിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഓവൽ ഷേപ്പിൽ ഇത്തിരി വീതിയിലാണ് ഞാനിങ്ങനെ പരത്തുന്നത്. റൗണ്ട് ഷേപ്പിലല്ല. റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ്. നല്ലപോലെ ഇങ്ങനെ പരത്തിച്ചു. വീണ്ടും ഒരെണ്ണം കൂടിയും പരത്തണം കേട്ടോ. അതുമാതിരി തന്നെ കുറച്ച് ഓയിലൊക്കെ പരറ്റി കൊടുത്ത് ഒരു ഉരുളയെടുത്ത് നല്ലപോലെ കൈ കൊണ്ട് ഉരുട്ടി വീണ്ടും ഒന്നും കൂടി ഉരുട്ടി ഒന്ന് പരത്തി വീണ്ടും നമുക്ക് ഒന്ന് ഓവൽ ഷേപ്പിൽ കുറച്ച് വീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് കനം കുറഞ്ഞിട്ടുമല്ല ഒരുപാട് കനത്തിലുമല്ല. അതിനുശേഷം നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഈ ചോലെ ഭട്ടൂര് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.